ആദിബ്രഹ്മമേ ഏകദൈവമേ ആദിയന്തമായി വാഴും ശക്തിയെ ആദിബ്രഹ്മമേ ഏകദൈവമേ ആദിയന്തമായി വാഴും ശക്തിയെ നാദമായതു വേദമായതു നാദമായതു വേദമായതും ബോധമായതും ഏകനാഥൻ താൻ ബോധമായതും ഏകനാഥൻ താൻ ആദിബ്രഹ്മമേ ഏകദൈവമേ ആദിയന്തമായി വാഴും ശക്തിയേ സർവലോക സൃഷ്ടിതാവാം ജഗദീശ്വരൻ കരുണയാൽ ദാനമായി തന്ന സ്വത്ത് സർവലോക സൃഷ്ടിതാവാ ജഗദീശ്വരൻ കരുണയാൽ ദാനമായി തന്ന സ്വത്ത് സർവലോക സൃഷ്ടിതാവാ ജഗദീശ്വരൻ കരുണയാൽ ദാനമായി തന്ന സ്വത്ത് അഖിലാത്മനാഥനുടെ അകമഴിഞ്ഞനുകമ്പ അഖിലാത്മനാഥനുടെ അഖിലാത്മനാഥനുടെ അകമഴിഞ്ഞനുകമ്പ അഖിലാത്മനാഥനുടെ അഗതികളായവരിൽ ചൊരിഞ്ഞതാണ് അഖിലാത്മനാഥനുടെ അകമഴിഞ്ഞനുകമ്പ അഗതികളായവരിൽ ചൊരിഞ്ഞതാണ് സർവലോക സൃഷ്ടിതാവാം ജഗദീശ്വരൻ കരുണയാൽ ദാനമായി തന്ന സ്വത്ത് ഇന്ന് നമുക്ക് ജഗദീശ്വര കാരുണ്യത്താൽ ഉന്നതമായ ഒരു ഞായറാഴ്ചയാണ്. എല്ലാ ഞായറാഴ്ചയും പ്രത്യേകതയുള്ളതാണ്, ഉന്നതമാണ്, ഉന്നതൻ്റെ നിയമമാണ്. എല്ലാ ഞായറാഴ്ചകളിലും ഞാനത് നിങ്ങളെ ഓർമ്മിപ്പിക്കാറുമുണ്ട്. ഇന്ന് അതിന് കൂടുതൽ ശോഭയുള്ളതായിരിക്കുന്നു. എന്തുകൊണ്ട്? പൂരം പക്കനാൾ സ്തുതിയുടെയും യുവജന സ്തുതിയുടെയും അകമ്പടിയോടുകൂടിയാണ് ഈ ഞായറാഴ്ചയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നത് അതിന് പ്രത്യേക തിളക്കം നിങ്ങൾ ഓരോരുത്തരുടെയും മുഖത്ത് അത് പ്രത്യേകമായി തന്നെ അറിയാനുമുണ്ട്. നമ്മൾ ഈശ്വരനുമായി ബന്ധിച്ച് ചിന്തിച്ച് കർമ്മിച്ച് സുഖിച്ച് ആ സുഖഫലവുമായിട്ടാണ് സത്യത്തിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് എത്തേണ്ടത്. പലപ്പോഴും നടക്കാതെ പോകുന്നുണ്ട്. വന്ന കുറവുകളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് വരുന്നത്, അത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയല്ല. കുറവുകൾ വന്നാൽ അത് അറിയിക്കാം, അതിവിടെ ഉപേക്ഷിച്ച് പോകാം. എന്നാൽ
നമുക്ക് തന്നിരിക്കുന്ന നിയമപ്രകാരം സത്കർമ്മം ചെയ്ത് സൽഫലം സ്വീകരിപ്പാനാണ് ജന്മം തന്നിരിക്കുന്നത്. ആ സൽഫലവുമായിട്ടാണ് തിരുമുമ്പാകെ എത്തി ആരാധനയിൽ പങ്കെടുക്കേണ്ടത്. ആ കൽപ്പന അങ്ങനെ തന്നെയാണ്. തിരുമുൽ കാഴ്ച വയ്ക്കേണം സൽക്കർമ്മ ഫലമെല്ലാം. എന്നാളും അതല്ലാതെ സമർപ്പിക്കാനൊന്നുമില്ല. തിരുമുൽക്കാഴ്ചയായി വെക്കേണ്ട കർമ്മഫലം ഈ ആഴ്ച എല്ലാവർക്കും കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ മുഖത്ത് കാണുന്ന തിളക്കം, അതാണ് നിങ്ങളുടെ ഹൃദയത്തിലുള്ള തിളക്കം. ഈ തിളക്കത്തോടു കൂടിയാണ് എപ്പോഴും എത്തേണ്ടത്. ഈ ഞായറാഴ്ച ആരാധന വെച്ചത് തന്നെ വെള്ളി ശനി എന്ന 2 ദിവസങ്ങളിലായി അനുഷ്ഠിക്കുന്ന വിശുദ്ധ വ്രതത്തിൻ്റെ വിശുദ്ധിയോടുകൂടി നിങ്ങൾ ആരാധനാലയത്തിൽ എത്തണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആ വിശുദ്ധിയോടുകൂടിയാണ് ഗുരുവിനെ കാണാൻ എത്തേണ്ടത്. ആ വിശുദ്ധിയോടുകൂടിയാണ് ആരാധനയിൽ പങ്കെടുക്കേണ്ടത്. ആ വിശുദ്ധമായ ഹൃദയത്തിലാണ് അനുഗ്രഹം ഏറ്റുവാങ്ങാൻ കഴിയുന്നത്. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ഒരവസ്ഥയിൽ ഇന്നത്തെ ആരാധനയ്ക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് നിങ്ങളുടെ എല്ലാം ഭാഗ്യമാണ്. നിങ്ങളുടെ ഹൃദയം നിറച്ച അനുഗ്രഹവുമായി പോകുവാൻ ഈശ്വരൻ അനുവദിക്കുമാറാകട്ടെ. ആത്മരക്ഷകനാകുന്ന ദൈവത്തിൻ്റെ കാരുണ്യവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടുകൂടി ഉണ്ടാകുമാറാകട്ടെ. ഓരോ നിയമങ്ങളും ഒരു അഴിവും വരുത്താതെ കൃത്യനിഷ്ഠയോടുകൂടി പരിപാലിക്കുവാനായി പരിശ്രമിച്ചാൽ തീർച്ചയായും മഹാശക്തി നിങ്ങളോടുകൂടി ഉണ്ടാകും. അതിന് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ യുവജനസ്തുതി ഇത്ര മഹനീയമായി മഹാശക്തി എഴുന്നള്ളിന്ന് നടത്തി തന്നു. ഉന്നതമായ ഒരവസ്ഥയായിരുന്നു. പൂരം പക്കനാൾ സ്തുതി മുതലേ ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് യുവജനസ്തുതിയിലേക്ക് പ്രവേശിച്ചു. അവിടെയും ആനന്ദം, എവിടെ നോക്കിയാലും ആനന്ദം, ആരുടെ മുഖത്ത് നോക്കിയാലും ആനന്ദം, എല്ലാ രംഗങ്ങളിലും ആനന്ദം. അങ്ങനെ ആനന്ദം നിറച്ച് 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 ഒരു സ്തുതി ഉന്നതനായ ദൈവം നടത്തി. ഇന്ന് പ്രഭാതത്തിൽ അത് സമർപ്പിച്ചു. അത്യാവശ്യമുള്ള ആളുകളൊക്കെ യാത്ര ചോദിച്ചു പോയി. എന്നാൽ വളരെ വിദൂരങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. കാരണം അവർ ആരാധനയും കൂടെ കൂടിയിട്ടേ പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചാണ് വന്നത്. അതാണ് ഭക്തന്മാരും ഭഗവാനുമായുള്ള ബന്ധവും. അതാണ് ആ വിധത്തിൽ ഭഗവത് കർമ്മങ്ങളിൽ ബന്ധിച്ച് ആനന്ദിക്കണമെന്ന തീരുമാനത്തോടുകൂടി വന്ന എൻ്റെ മനോമനകൾക്ക് ഹൃദയം നിറച്ച് ആനന്ദം ലഭിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുവാനാണ്. അറിവായകമേ വാഴുമെൻ്റെ പരമാത്മാവാം ഗുരുവരനെ, ശരണം ഗുരുനാഥ, ശരണം ശരണം ഗുരുനാഥ, ശരണം ശരണം ഗുരുനാഥ, ശരണം ശരണം ഗുരുനാഥ, തിരുവടിപാദമടിയരു ശരണം, ശരണം ശരണം ഗുരുനാഥ, തിരുവടിപാദമടിയരു ശരണം, ശരണം ശരണം ഗുരുനാഥ.
ഇത് അറിവാകുമ്പോഴാണ് ഗുരുത്വം ഉണ്ടാകുന്നത്. ഇത് അറിവാകുമ്പോഴാണ് ഗുരുത്വം ഉണ്ടാകുന്നത്. അറിവാണ് ഗുരുവെന്ന അറിവുണ്ടാകുമ്പോൾ ഗുരുത്വം ഉണ്ടാകുന്നു. അറിവാണ് ഗുരു എന്ന അറിവുണ്ടാകുമ്പോൾ ഗുരുത്വം ഉണ്ടാകുന്നു. പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഗുരുത്വം എന്ന് പറയുന്നത് നമ്മളെക്കാൾ മുതിർന്നവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല, ഗുരു തത്വം അറിഞ്ഞ് ജീവിക്കുന്നതാണ് ഗുരുത്വം. ആ ഗുരുതത്വം എന്ന് പറയുന്നത് അറിവിന്റെ വ്യവസ്ഥയാണ്. ഈ കാണുന്ന പ്രപഞ്ചവും കാണപ്പെടാത്തതായി നിൽക്കുന്നതും സർവ്വതും ഗുരുവിൽ നിന്നുള്ളതാണെന്നുള്ള തിരിച്ചറിവ് ആത്മാവിൽ ഉണ്ടാകുമ്പോഴാണ് ഗുരുത്വം യഥാർത്ഥ അവസ്ഥയിൽ ഒരു ആത്മാവിൽ രൂപപ്പെടുന്നത്. ആ യഥാർത്ഥ അവസ്ഥയിലേക്ക് എത്തുവാൻ വേണ്ടി പരിശീലിപ്പിക്കുന്ന പരിശീലന മാർഗത്തിൽ ഈ ഗുരുത്വം പലയിടത്തും നമ്മൾ പറഞ്ഞു പോവുകയാണ്. ചില നിഷേധമായ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പറയുമോ അവനൊരു ഗുരുത്വമില്ല, അല്ലെങ്കിൽ അവൾക്കൊരു ഗുരുത്വമില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ അതിന്റെ പരിപൂർണാവസ്ഥ അതല്ല. ആ അറിവിന്റെ പരിപൂർണത ആത്മാവിൽ ഭവിക്കുമ്പോഴാണ് ഗുരുത്വം ഉണ്ടാകുന്നത്. അപ്പൊ അറിവാണ് ഗുരു എന്ന അറിവുണ്ടാകുമ്പോൾ ഗുരുത്വം ഉണ്ടാകുന്നു. ഇപ്പോ അണുവിൽ അണുവും ഇവരുടെ അറിവാൽ എന്ന് കൽപ്പനയുണ്ട്. ആ കൽപ്പന ഓരോ ഹൃദയത്തിലും പരിപൂർണമായും ബോധ്യമാകണം. ബോധ്യമാകണമെങ്കിൽ അതിന് തക്ക അനുഭവങ്ങൾ ഉണ്ടാകണം. അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിന് തക്ക കർമ്മങ്ങൾ ഉണ്ടാകണം. അതിന് തക്ക കർമ്മങ്ങൾ ഉണ്ടാകണമെങ്കിൽ അതിന് തക്ക ജ്ഞാനങ്ങൾ ഉണ്ടാകണം. അതിന് തക്ക ജ്ഞാനമുണ്ടാകണമെങ്കിൽ ഈ കർമ്മഫലം തരുന്ന ഗുരു തന്നെ ജ്ഞാനം നിന്നിലേക്ക് ഓതി ഭവിപ്പിക്കണം. അവിടെയാണ് അതിന്റെ ഉന്നതമായ ശ്രേണി ബന്ധിപ്പിച്ചിരിക്കുന്നത്. എവിടെ നിന്നാണോ ഇത് ഉത്ഭവിപ്പിച്ചത് അവിടേക്ക് തന്നെ ചേരുമ്പോഴാണ് ഉന്നതമായ ഫലം ഉണ്ടാകുന്നത്. അതിനിപ്പുറത്ത് ഫലമായി കരുതുന്നത് ഒന്നും യഥാർത്ഥ ഫലമല്ല. നശ്വരമായതിൽ ഇച്ഛ വരാതെ നിശ്ചലമാനസരാ നശ്വരമായതിൽ ഇച്ഛ വരാതെ നിശ്ചലമാനസരാ നിത്യാനന്ദം നിത്യാനന്ദം സർവ്വതും അറിവാണെന്നും സർവത്തിലും അറിവുണ്ടെന്നും അറിവുണ്ടാകുമ്പോൾ എന്തുണ്ടാകും? ഗുരുത്വം ഉണ്ടാകും. അപ്പോഴാണ് ഉത്ഭയം ഉണ്ടാകുന്നത്. ഒന്നും മറയ്ക്കാൻ പിന്നെ കഴിയുകയില്ല. തന്നെ മറച്ചൊരു കർമ്മങ്ങൾ ചെയ്യുവാൻ ഭക്തന്മാർക്ക് ആർക്കുമേ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ ഭക്തരായില്ലെങ്കിൽ മറച്ചു ചെയ്യാമെന്നാണോ അർത്ഥം? അല്ല, ഭക്തന്മാർ എന്ന് പറയുമ്പോൾ ഉൾക്കണ്ണ് തെളിഞ്ഞവരെന്നാണ്. ഭക്തൻ പരിപൂർണൻ മനമുൾക്കണ്ണു തെളിഞ്ഞോ ഭക്തൻ കണ്ണു തെളിഞ്ഞിടുകിൽ മുക്തി പ്രവാഹം. ആ കാഴ്ചയിൽ എത്തിക്കഴിയുമ്പോ
പിന്നെ മറച്ചൊരു കർമ്മമില്ല, പിന്നെ മറച്ചൊരു കർമ്മമില്ല. മറച്ചൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, മറച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. ചെയ്യണമെന്നവർക്ക് ആഗ്രഹവുമില്ല. ചെയ്യണമെന്നവർക്ക് ആഗ്രഹം. കാരണം എല്ലാം കാണാൻ കണ്ണുള്ള, എല്ലാം കേൾക്കാൻ ചെവിയുള്ള, എല്ലാം അറിയുവാൻ അറിവുള്ള കണ്ണനെ മറച്ച് എന്ത് ചെയ്യാനാണ്? എല്ലാം കാണാൻ കണ്ണുള്ള, എല്ലാം കേൾക്കാൻ ചെവിയുള്ള, എല്ലാം അറിയാൻ അറിവുള്ള കണ്ണനെ മറച്ച് എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നും ചെയ്യേണ്ട ആവശ്യം. കാരണം അറിഞ്ഞു ചെയ്താലും അറിയിക്കാതെ ചെയ്താലും ഇതിന്റെ എല്ലാം ഫലമുണ്ടെന്ന് കൃത്യമായി ഈ ഭക്തന്റെ ഉള്ളിൽ ബോധ്യപ്പെടുകയാണ്. അറിഞ്ഞു ചെയ്യാനും അറിയിക്കാതെ ചെയ്താലും ഇതിന്റെ എല്ലാം ഫലമുണ്ടെന്ന് ഈ ഭക്തന്മാരുടെ ഉള്ളത്തിൽ ആ അങ്ങനെയുള്ളവർക്കാണ് തന്നെ മറിച്ച് ചെയ്യാൻ കഴിയാതെ വരുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉന്നതമായ ആ കാഴ്ച, ആ ഗുരുത്വം ഓരോ ഹൃദയങ്ങളിലേക്കും എത്തിച്ചേരുവാൻ തക്കവിധം അറിയേണ്ടതറിയുക, അറിയേണ്ടതറിയുവാൻ അറിവിന്റെ പൂർണ്ണരൂപ അറിയേണ്ടത് അറിയുവാനുള്ള ആഗ്രഹം ഉണ്ടാവണം. അപ്പോഴാണ് ഗുരുത്വം വർദ്ധിക്കുന്നത്. എന്താണ് അറിയേണ്ടത്? ആ പെണ്ണും ചെറുക്കനും കൂടെ എങ്ങോട്ട് പോവാന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം അല്ലേ? ചൂണ്ടയിട്ട് പിടിക്കുക അതിലത്തെ ആരെയെങ്കിലും. അതേ 2-3 ദിവസമായിട്ട് ആ പെണ്ണും ചെറുക്കനോട് ഇങ്ങനെ അത്ര ശരിയല്ലെന്ന് തോന്നുന്നു, എന്താ കാര്യം? അപ്പം അവിടെ നിന്നൊന്നും കിട്ടിയില്ല. ഇങ്ങനെ പണി പോയി നോക്കരുത്. ഉടനെ അടുത്ത ആളിനെ പിടിച്ചു. ഇന്നെ എല്ലാ ആളെയും കണ്ടോ, പോന്നാണ്ടോ, കണ്ടോ കണ്ടോ കണ്ടോ, അവിടെ നോട്ടം കണ്ടോ, കണ്ടോ കണ്ടോ, അവൻ്റെ ചിരിയൊക്കെ കണ്ടോ. അതൊന്നും അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇതറിയാൻ ആഗ്രഹം. അതറിഞ്ഞതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അവരവരുടെ പാട്ടിന് പോകും. അവര് നല്ല ജീവിതമാണ് നയിക്കുന്നെങ്കിൽ അതിനുള്ള ഗുണം അവർക്ക് കിട്ടും. അതല്ല ഇച്ചിരി മോശമായിട്ടാണെങ്കിൽ അതിന്റെ ഫലം കിട്ടും. അറിയേണ്ടത് എന്താണ്? അവനവൻ അവനവനെ അറിയുന്ന അറിവല്ലോ, അവനവനവനവനെ അറിയുന്ന അറിവല്ലോ, അറിവല്ലോ അറിവായി അകരാരിൽ കരുതേണ്ട, അവനവനവനവനെ അറിയുന്ന അറിവല്ലോ, അറിവല്ലോ അറിവായി അകരാരിൽ കരുതേണ്ട, അറിവായി അകരാരിൽ കരുതേണ്ട, അറിവായി അകരാരിൽ കരുതേണ്ട, അറിവായി അകരാരിൽ കരുതേണ്ട, അവനവനവനവനെ അറിയുന്നറിവല്ലോ, അറിവായി അകരാരിൽ കരുതേണ്ട, ആ അറിവാണ് ആത്മബോധം. ആ ആത്മബോധം നൽകുവാൻ, ആത്മബോധം ഉദിപ്പിക്കുവാൻ ആത്മനാഥൻ വന്ന് സ്ഥാപിച്ച സ്ഥാപനമാണ് ആത്മബോധോദയ സംഘം. എവിടാ അത്? ആത്മബോധോദയ സംഘം സ്ഥാപിച്ചെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ അതെവിടാ സ്ഥാപിച്ചത്? അയ്യോ, ആർക്കെങ്കിലും അറിയാവോ എവിടാ? ആരുടെ? എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ്? ആത്മാവിൽ സ്ഥാപിച്ചു എന്ന് പറയുന്നത് എങ്ങനെ അറിയാൻ പറ്റും? എങ്ങനെ അറിയാൻ പറ്റും? നിന്റെ ചിന്തയും നിന്റെ വാക്കും നിന്റെ കർമ്മവും ഗുരുത്വമുള്ളതായി തീർന്നാൽ നിന്റെ ഉള്ളിൽ ഗുരു ആത്മബോധം സ്ഥാപിച്ചു എന്ന് നിനക്ക് ഉറക്കെ പ്രഖ്യാപിക്കാൻ പറ്റും. ഗുരുവിന്റെ നാമത്തിൽ കുൽസിത പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ജീവിച്ചാൽ അങ്ങനെ പറയാൻ പറ്റുകയില്ല. ഗുരുവിന്റെ തിരുനാമത്തിൽ ഉദരഭൂഷണം നടത്തിക്കൊണ്ട് ജീവിച്ചാൽ അത് പറയാൻ പറ്റുകയില്ല. ആ സർവവും വിട്ടങ്ങി ജീവിക്കുന്ന ത്യാഗികൾക്ക് പറയാൻ പറ്റും, എൻ്റെ ഗുരുനാഥൻ ദൈവമാണ്, ആത്മബോധം എന്നിൽ
സ്ഥാപിച്ചല്ലോ. എൻ്റെ ഗുരുനാഥൻ ദൈവമാണ്, ആത്മബോധമെന്നിൽ സ്ഥാപിച്ചല്ലോ. എൻ്റെ ഗുരുനാഥൻ ദൈവമാണ്, ആത്മബോധമെന്നിൽ സ്ഥാപിച്ചല്ലോ. അങ്ങേ അറിയാതെ ഭൂതലത്തിൽ അന്ധനായി ജീവിച്ച ഇടയല്ലേ. അങ്ങേ അറിയാതെ ഭൂതലത്തിൽ അന്ധനായി ജീവിച്ച ഇടയല്ലേ. അങ്ങേ അറിയാതെ ഭൂതലത്തിൽ അന്ധനായി ജീവിച്ചോരിടയല്ലേ. അങ്ങേ അറിയാതെ ഭൂതലത്തിൽ ഭൂതലത്തിൽ വന്നതു ഏഴയാമിൻ്റെ ഭാഗ്യം. ഈശ്വരൻ ഭൂതലത്തിൽ വന്നതു ഏഴയാമിൻ്റെ ഭാഗ്യം. ഈശ്വരൻ ഭൂതലത്തിൽ വന്നതു ഏഴയാമിൻ്റെ ഭാഗ്യം. ഈശ്വരൻ ഭൂതലത്തിൽ ഈശ്വരൻ ഭൂതലത്തിൽ വന്നതു വേഴയാമിൻ്റെ ഭാഗ്യം. ഈശ്വരൻ ഭൂതലത്തിൽ വന്നതു വേഴയാമിൻ്റെ ഭാഗ്യം. ഓതിയ തത്വങ്ങൾ ഓരോന്നായി എൻ്റെ ആത്മാവിൽ രൂപപ്പെടുത്തിടുന്നു. ഓതിയ തത്വങ്ങൾ ഓരോന്നായി എൻ്റെ ആത്മാവിൽ രൂപപ്പെടുത്തിടുന്നു. ജ്ഞാനതത്വമാകൂ ആത്മതത്വം, ബ്രഹ്മതത്വം എൻ്റെ ഉദയമായി. ജ്ഞാനതത്വമാകൂ ആത്മതത്വം, ബ്രഹ്മതത്വം എന്നിൽ ഉദയമായി. ആത്മബോധോദയം കണ്ടടിയൽ, ആത്മാവിലാനന്ദം കൊണ്ടടിയൽ. ആത്മബോധോദയം കണ്ടടിയൽ, ആത്മാവിലാനന്ദം കൊണ്ടടിയൽ. ആത്മബോധോദയം കണ്ടടിയൽ, ആത്മാവിലാനന്ദം കൊണ്ടടിയൽ. ആത്മബോധോദയം കണ്ടടിയൽ, ആത്മാവിലാനന്ദം കൊണ്ടടിയൽ. ആനന്ദത്തിൻ്റെ പരിപൂർണത ശുഭാനന്ദ രൂപമായി കണ്ടടിയൽ. 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 ആനന്ദത്തിൻ്റെ പരിപൂർണത ശുഭാനന്ദ
ലയിച്ചടിയൽ ആനന്ദമാടി സുഖിച്ചടിയൽ ശുഭാനന്ദമാടി ലയിച്ചടിയൽ ആനന്ദമാടി സുഖിച്ചടിയൽ ശുഭാനന്ദമാടി ലയിച്ചടിയൽ ആനന്ദമാടി സുഖിച്ചടിയൽ ശുഭാനന്ദമാടി ആത്മാബോധോദയം കണ്ടറിയൽ ആത്മാവിലാനന്ദം കൊണ്ടറിയൽ ആത്മാബോധോദയം കണ്ടറിയൽ ആത്മാവിലാനന്ദം കൊണ്ടറിയൽ ആനന്ദമായി ആനന്ദമാടി സുഖിച്ചടിയൽ ശുഭാനന്ദമാടി ലയിച്ചടിയൽ ആനന്ദം ലോകത്തിൽ വെച്ച് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആനന്ദം ലോകത്തിൽ വെച്ച് നമുക്ക് എന്നാൽ അനുഭവിക്കാം. ശുഭാനന്ദമാകണമെങ്കിൽ പരലോകമാകണം. ശുഭാനന്ദമാകണമെങ്കിൽ പരലോകം. അവിടെ ആടി ലയിക്കുകയാണ്. അവിടെ ആടി ലയിക്കുക. ആനന്ദമാടി സുഖിക്കുന്നു, ആനന്ദമാടി സുഖിക്കുന്നു, ശുഭാനന്ദമാടി ലയിക്കുകയാണ്. ശുഭാനന്ദമാടി ലയിക്കുക. പിന്നെ തന്നെ വിട്ട് അന്യമല്ല. പിന്നെ ഭഗവാനെ വിട്ട് അന്യമല്ല. ഒന്നിച്ചു നിന്നാണ് പിന്നെ എല്ലാം. ഒന്നിച്ചു നിന്നാണ് എല്ലാം. അതാണ് ഓരോ അവതാര കാഴ്ചകളും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനന്ദം പാടി സുഖിച്ചടിയൽ ശുഭാനന്ദമാടി ലയിച്ചടിയൽ ആനന്ദമാടി സുഖിച്ചടിയൽ ശുഭാനന്ദമാടി ലയിച്ചടിയൽ ആനന്ദം പാടി സുഖിച്ചടിയൽ ശുഭാനന്ദമാടി ലയിച്ചടിയൽ ആനന്ദമാടി സുഖിച്ചടിയൽ ശുഭാനന്ദമാടി ആനന്ദമാടി സുഖിച്ചടിയൽ ശുഭാനന്ദമാടി ലയിച്ചടിയൽ അതുകൊണ്ട് എൻ്റെ ഗുരുനാഥൻ ദൈവമാണ്, ആത്മബോധം എന്നിൽ സ്ഥാപിച്ചല്ലോ. ആത്മബോധം ഉദിക്കാതെ ശുഭാനന്ദം കാണാൻ കഴിയില്ല. അപ്പോൾ അറിയേണ്ടതായി എപ്പോഴും ആത്മാക്കൾ തീരുമാനിക്കേണ്ടതും സ്വീകരിക്കേണ്ടതും ഉള്ളവനാകുന്ന ഗുരുവിനെ, അഥവാ നമ്മുടെ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്ന ഗുരുവിനെ കാണുവാനുള്ള ആത്മബോധത്തിന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ആത്മാക്കൾ ലഭിക്കുവാൻ വേണ്ടി സ്വീകരിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും ആത്മാവിൽ നമ്മുടെ ഗുരുവിന്റെ രൂപത്തെ കാണുവാൻ ഉള്ള അറിവിനെയാണ് സ്വീകരിക്കേണ്ടത്. അതാണ് അവനവനെ അറിയുവാനുള്ള അറിവ് സ്വീകരിക്കണമെന്ന് പറയുന്നത്. അവനവൻ എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. ആത്മാവിനെ അറിയുവാനുള്ള അറിവ് ആത്മജ്ഞാനമാണ്, അത് ബ്രഹ്മജ്ഞാനമാണ്. ആ ബ്രഹ്മജ്ഞാനമാണ് ബ്രഹ്മജ്ഞാനിയാകുന്ന ഗുരു എന്ന് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബ്രഹ്മജ്ഞാനം നൽകിയിടാൻ ബ്രഹ്മാവതാരമായി. ബ്രഹ്മജ്ഞാനം സ്വീകരിച്ച് ബ്രഹ്മരൂപമായി തീരണം. അതിനാണ് നമുക്ക് ജന്മം തന്നിരിക്കുന്നത്. അല്ലാതെ കാണുന്ന കോലാഹലങ്ങളിലെല്ലാം ചെവി കൊടുത്തും കണ്ണുകൊടുത്തും ശ്രദ്ധ കൊടുത്തും നഷ്ടമാക്കി കളയാതെ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ ഒരിക്കലും അതിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റുകയില്ല. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതുപോലെ ഈ പുറത്തേക്ക് വെച്ചിരിക്കുന്ന ഈ ക്യാമറകളെല്ലാം നമ്മൾ അകത്തോട്ടൊന്നാക്കണം. ഇപ്പോഴെല്ലാം പുറത്തോട്ടാണ് ഇരിക്കുന്നത്. ആരെല്ലാം എവിടെല്ലാം പോകുന്നു, എന്തെല്ലാം ലോകത്തിൽ നടക്കുന്നു, ഇതെല്ലാം നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി അല്ലെങ്കിൽ അതിജീവനത്തിന് വേണ്ടി ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ അത് ഈ ദേഹത്തിന്റെ ഉപയോഗത്തിന് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. നമുക്ക് വേണ്ടത് ആത്മാവിന്റെ മേൽഗതിയാണ്. അതിന് ആത്മാവിലേക്കൊന്ന് നോക്കുവാനുള്ള കാഴ്ചയുണ്ടാകണം. അതിന് ക്യാമറകളെല്ലാം അകത്തേക്കൊന്ന് തിരിച്ചു വെക്കണം.
കാഴ്ച ഉണ്ടാകുന്നത്. ചില ആളുകൾ നമ്മുടെ സന്നിധാനത്തിലോ സമാധി മണ്ഡപത്തിലോ ഒക്കെ കണ്ണുമൊക്കെ അടച്ച് ഇരിക്കുന്നതാണ്. എന്തുവാ നോക്കുന്ന, എന്തുവാ കാണുന്ന ഒരു പിടിയില്ല. കണ്ണടയ്ക്കുന്നത് എന്തിനാണ്? പുറമേയുള്ള കാഴ്ചകൾ തൽക്കാലം ഒന്ന് നിർത്തിവെക്കാനാണ്. പക്ഷെ ഈ ചെവി അങ്ങനെ അടച്ചു വെക്കാൻ ഒരു നിർവാഹമില്ല. പക്ഷെ അല്ലെങ്കിൽ എന്തെങ്കിലും കുത്തിക്കയറ്റി വെക്കേണ്ടി വരും. പക്ഷേ മനോനിയന്ത്രണം വന്നു കഴിഞ്ഞാൽ കണ്ണടച്ചില്ലെങ്കിലും നമ്മൾ കാണത്തില്ല, ചെവി അടച്ചില്ലെങ്കിലും നമ്മൾ കേൾക്കത്തില്ല. ഒരു കാര്യങ്ങളോട് ഒരു ബന്ധവുമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥ മനോനിയന്ത്രണം ഉണ്ടായവർക്കുണ്ടാകും. അതിനാണ് ഭഗവാൻ പറഞ്ഞത്, ഉള്ളിലെ കുറ്റൊന്നു നോക്കിയിടുക, ദൈവത്തിൻ രൂപത്തെ കാണുന്നുണ്ടോ? ഉള്ളിലെ കുറ്റൊന്നു നോക്കിയിടുക, ദൈവത്തിൻ രൂപത്തെ കാണുന്നുണ്ടോ? ധ്യാനം പരിശീലിക്കുമ്പോൾ ഒരു സങ്കല്പ രൂപം ഉണ്ടാക്കി, അഥവാ ഒരു ധ്യാന രൂപം ഉണ്ടാക്കി, നമ്മൾ അതിനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ധ്യാനിക്കുന്നത്. അതല്ല അതിന്റെ യഥാർത്ഥ രൂപം. അത് നമ്മൾ സങ്കല്പിച്ച രൂപം കൊടുത്തതാണ്. അത് ഒരു സങ്കല്പ രൂപം എന്നേ ഉള്ളൂ. യഥാർത്ഥ രൂപം അതൊന്നുമല്ല. കാരണം നിന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ച് നീ രൂപപ്പെടുത്തിയ രൂപം നിന്റെ മനസ്സിന്റെ കൽപ്പനകളാണ്. വിചാരിച്ച് അതാരും ഉപേക്ഷിക്കണമെന്നല്ല, അത് പരിശീലനത്തിന് അത് ആവശ്യമാണ്. ഒരു കേന്ദ്രത്തിലേക്ക് നിന്റെ ശ്രദ്ധയെ അഥവാ ചിന്തയെ അല്ലെങ്കിൽ ധ്യാനത്തെ നിലനിർത്തുവാൻ ഒരു രൂപം നമ്മൾ തന്നെ സങ്കല്പിച്ച് രൂപീകരിക്കുകയും അതിലേക്ക് ശ്രദ്ധ സ്വീകരിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അതല്ല അതിന്റെ യഥാർത്ഥ രൂപം എന്നുള്ളത് അപ്പോഴും അറിഞ്ഞുകൊള്ളണം. ആ പരിശീലനത്തിൽ എത്തുമ്പോ ഈ ലോകവ്യാപാരങ്ങളിൽ നിന്ന് നിന്റെ പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവനും നിന്റെ ഉള്ളിലേക്ക് നിയന്ത്രിച്ച് നിലനിർത്തുവാനുള്ള ഒരു ശേഷി നിന്നിൽ ഉണ്ടാകും. ആ ശേഷി ഉണ്ടാകുമ്പോഴാണ് ആത്മാവിനെ കാണുവാനുള്ള ശേഷി ഉണ്ടാകുന്നത്. അതുവരെ ഈ ഉള്ളിലേക്ക് ഉറ്റുനോക്കൂ എന്ന് പറഞ്ഞാൽ നോക്കാൻ കഴിയില്ല. അപ്പൊ നിരന്തരമായ ഒരു പരിശ്രമം, ആത്മാവിന്റെ കാഴ്ചയ്ക്ക് വേണ്ടി ആത്മാവിന് സ്വയം ഉണ്ടായെങ്കിലേ ആത്മകാഴ്ച ഉണ്ടാകുള്ളൂ. സ്വയം ഉണ്ടാവണം. സ്വയംഭായ ഭക്തി സ്വയമേ ഉണ്ടായാൽ സ്വയം പ്രകാശമാം ഗുരുവിനെ കാണാം. ഇന്ന് നമ്മുടെ എലന്തൂര് രാജഭക്തൻ എന്റെ സമീപത്ത് നിൽക്കുമ്പോ ആത്മദീപവുമായി എന്തോ കാര്യം പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒരു കീർത്തനം ഇവിടെ വന്ന് കേട്ടു. ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പറഞ്ഞു, ഏത് വിഷയത്തെ പറ്റി സംസാരിച്ചാലും അപ്പൊ പ്രകൃതി കൂടി ഇങ്ങനെയൊക്കെ ലഭിക്കുമെന്ന് രാജഭക്തന്റെ അഭിപ്രായം പറഞ്ഞു. അപ്പൊ അതിന് തക്കതായ 2 വരിയാണ് അപ്പൊ കേട്ടത്. അതിന് മറുപടി ലഭിക്കുന്ന പോലെ ഇരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അതിനേക്കാൾ കുറച്ചുകൂടി ആഴത്തിൽ ഇറങ്ങി ചിന്തിച്ചാൽ ഈ പ്രകൃതിയിൽ ആവശ്യമായ സർവ്വ വിഷയങ്ങളെ സംബന്ധിച്ചും ഭഗവാൻ ശബ്ദിച്ചിട്ടുണ്ട്, കീർത്തിച്ചിട്ടുണ്ട് എന്നുകൂടി ചിന്തിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അതാണ് അതിന്റെ സത്യം. ഭഗവാൻ സ്പർശിക്കാത്തതൊന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ല. നാമസങ്കീർത്തനം Ghosting
വലിയ പാട്ടിവിടെ താഴെ നടക്കുക. ഇപ്പോഴേ മൈക്ക് വെച്ചുകൊണ്ട് ഇവിടെ നാരായണ നാമസങ്കീർത്തനമായ അവതാരമായി വന്ന ജഗദീശ്വരൻ അണു തൊട്ട് അഖിലാണ്ടം വരെയുള്ള സർവത്തെയും സംബന്ധിച്ച് തന്റെ ശബ്ദങ്ങൾ ഈ ലോകത്തിലേക്ക് പുറപ്പെടുവിച്ചു. ഇതും ബോധ്യമാകണമെങ്കിൽ അതിനോട് ബന്ധിച്ചൊരു ജീവിതം നിശ്ചയമായും ഉണ്ടാകണം. ആ ജീവിതത്തിന്റെ പേരാണ് സത്യജീവിതം. ആ ജീവിതത്തിന്റെ പേരാണ് ആധ്യാത്മിക ജീവിതം. ഇല്ല, നിങ്ങളുടെ ഉപജീവനത്തിനും അതിജീവനത്തിനുമുള്ള ഒരു കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടി വരില്ല. അതിലെല്ലാം ആ സത്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയും. ഉന്നതമായ ഭാഗ്യം നിങ്ങളുടെ ആത്മാവിൽ കൈവരുത്തുവാൻ കഴിയും. അങ്ങനെ നിരന്തരമായ സൽക്കർമ്മ ഫലമായ ആത്മാവിൽ തിളക്കം വർദ്ധിക്കും. അങ്ങനെ തിളക്കമേറിയ ആത്മാവ് ഗുരുവിനോട് പറയും, ആത്മതിളക്കം കണ്ടന്റെ ആത്മപുരുഷ, ആത്മതിളക്കം കണ്ടന്റെ ആത്മപുരുഷ. ആത്മതിളക്കം കണ്ടന്റെ ആത്മപുരുഷ, ആത്മതിളക്കം കണ്ടന്റെ ആത്മപുരുഷ. ജ്ഞാനത്തിളക്കം കണ്ടന്റെ ജ്ഞാനസ്വരൂപ, ജ്ഞാനത്തിളക്കം കണ്ടന്റെ ജ്ഞാനസ്വരൂപ. അങ്ങനെ സൽക്കർമ്മത്തിലൂടെ സത്യധർമാദികളിലൂടെ ഓരോ ആത്മാവും തിളക്കമുള്ളതായി തീരുവാൻ, ഓരോ ആത്മാവും ഗുരുത്വമുള്ളതായി തീരുവാൻ ഗുരുനാഥൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ സൽക്കർമ്മ പദ്ധതികൾ ഈ ലോകത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ നിയമങ്ങൾ നിയമിച്ചിരിക്കുന്നത് ആ ഉന്നതമായ നിയമങ്ങളെ നിയമിച്ച നിയമജ്ഞനാകുന്ന ഗുരുവിനെ എപ്പോഴും മനസ്സാ ആരാധിച്ചുകൊണ്ട് ആ നിയമങ്ങൾ പാലിക്കുവാനുള്ള കരുത്തേകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഓരോരുത്തരും നിയമം പാലിച്ച് ജീവിക്കുക. നിയമജ്ഞനാകുന്ന മഹാശക്തി നിങ്ങളുടെ ഉൾക്കാമ്പിൽ കളിയാടി വിളയാടി വാഴുമാറാകട്ടെ. ഇപ്രാവശ്യത്തെ നമ്മുടെ യുവജന സ്തുതി ഇത്രയും ഗംഭീരമായ നിലയിൽ എല്ലാ ഒരുക്കങ്ങളോടും കൂടി നടത്തുവാൻ ഇടയായത് ആ മഹാശക്തിയുടെ ഉള്ളഴിഞ്ഞ കാരുണ്യമാണ്. അതിലേക്കായി ആരെല്ലാം ധനം വിനിയോഗിച്ചുവോ, ആരെല്ലാം പ്രത്യേക നിർബന്ധ നിഷ്ഠകളോടെ ജീവിച്ചുവോ, ആരെല്ലാം അതിനു വേണ്ടുന്ന കർമ്മങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുവോ, വന്ന് സ്തുതിയിൽ ഇടപെട്ടുവോ, എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ സ്തുതിയിൽ ബന്ധിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ആഹാരം തരുവാൻ വേണ്ടി അനേകം ധനങ്ങൾ അയച്ചു തന്നു. അതെല്ലാം ഞാനിതാ സ്വീകരിക്കുകയാണ്. എല്ലാം അവർക്ക് അനുഗ്രഹവും ആനന്ദവുമായി ഭവിക്കട്ടെ. ഈ വരുന്ന 20-ാം തീയതി വ്യാഴാഴ്ച കറുത്തവാവൃതമെന്ന ഉന്നത നിയമത്തിന്റെ ദിനമാണ്. ആ ആത്മബോധോദയ സംഘാംഗങ്ങളായി ജീവിക്കുന്ന അബാലവൃദ്ധൻ ജനങ്ങളും കൃത്യമായും പാലിക്കേണ്ട ഒരു നിയമമാണ് കറുത്തവാവൃതാചരണം. ആരും അതിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കുവാൻ പാടില്ല. കാരണം ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെയോ മാത്രം രക്ഷയ്ക്ക് വേണ്ടി അല്ല ദൈവം തന്നത്. മാനവലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തന്ന നിയമമാണ്.
തന്ന നിയമമാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന വളരെ കുറഞ്ഞ ഒരു സമൂഹം മാത്രമേ ഈ വ്യവസ്ഥകളൊക്കെ അറിഞ്ഞിട്ടുള്ളൂ. വളരെ കുറഞ്ഞ ഒരു സമൂഹം മാത്രമേ ഈ വ്യവസ്ഥകളൊക്കെ അറിഞ്ഞിരിക്കുന്നവരെല്ലാം ഇത് കൃത്യമായി പാലിച്ചേ മതിയാവൂ. അറിഞ്ഞിരിക്കുന്നവരെല്ലാം ഇത് കൃത്യമായി പാലിച്ചേ മതി. കാരണം ഇത് മാനവലോകത്തിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി നിത്യാനന്ദ രൂപൻ ദാനം ചെയ്ത നിയമമാണ്. മാനവലോകത്തിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി നിത്യാനന്ദ രൂപൻ ദാനം ചെയ്ത നിയമമാണ്. അതിന്റെ നിയമവും ആ നിയമങ്ങളും ആരാധനാക്രമങ്ങളും എന്ന പുസ്തകത്തിൽ ആ നിയമങ്ങളും ആരാധനാക്രമങ്ങളും എന്ന പുസ്തകത്തിൽ അതിന്റെ നിയമം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നിയമം വളരെ കൃത്യമായി ആ നിയമപ്രകാരം എല്ലാവരും വ്രതമനുഷ്ഠിക്കുക. ആ നിയമപ്രകാരം എല്ലാവരും വ്രതമനുഷ്ഠിക്കുക. ഒരു നേരം ആഹാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നേരം ആഹാരം എന്നാണ് പറഞ്ഞത്. അത് 12 വെള്ളിയാഴ്ച വ്രതം എടുക്കുന്നത് പോലെ ഒരു നേരത്തെ അരിയാഹാരം എന്നല്ല. അത് 12 വെള്ളിയാഴ്ച എടുക്കുന്നത് പോലെ ഒരു നേരത്തെ അരിയാഹാരം. ഒരു നേരം ആഹാരം, അതാണ് അതിന്റെ നിയമം. ഒരു നേരം ആഹാരം, അതാണ് അതിന്റെ നിയമം. എന്നാൽ രോഗികളെയും വൃദ്ധന്മാരെയും കുഞ്ഞുങ്ങളെയും എല്ലാം അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ രോഗികളെയും വൃദ്ധന്മാരെയും കുഞ്ഞുങ്ങളെയും അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അവർക്ക് അല്പമാത്രമായ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാം. അവർക്ക് അല്പമാത്രമായ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാം. ബാക്കി ആരോഗ്യമായിട്ടുള്ളവർ ബാക്കി ആരോഗ്യമായി ഒരു നേരമേ അന്ന് ആഹാരം കഴിക്കാൻ പാടുള്ളൂ. ഒരു നേരമേ അന്ന് ആഹാരം കഴിക്കാൻ എന്നിട്ട് പാടുള്ളൂ. എപ്പോഴും ഭഗവത് കീർത്തനങ്ങൾ പാടി സ്തുതിച്ച് തന്റെ ത്യാഗകർമ്മങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് വേണം അന്നത്തെ ദിനം ജീവിക്കുവാൻ. എപ്പോഴും ഭഗവത് കീർത്തനങ്ങളെ പാടി സ്തുതിച്ചു പോകാൻ ത്യാഗകർമ്മങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് വേണം അന്നത്തെ ദിനം അത് സമാധി ദിനം ആചരിക്കുന്നത് പോലെ അല്ല, സമാധി ദിനം ആചരിക്കുന്നത് പോലെ ഭജനകളാണ് അന്ന് നടക്കേണ്ടത്. ഭജനങ്ങളാണ് നിയമപ്രകാരം അതിന്റെ കൽപ്പന ഭജന ഉണ്ടാവണമെന്നാണ്. നിയമപ്രകാരമുള്ളതിന്റെ കൽപ്പന ഭജനയുണ്ടാകും. എന്ന് പറഞ്ഞാൽ താളമേളങ്ങളൊക്കെ ഉപയോഗിക്കാം താളമേളങ്ങളൊക്കെ ഉപയോഗിക്കാം എന്ന് വിചാരിച്ച് അഹങ്കരിക്കാനല്ല. എന്ന് വെച്ച് അലങ്കരിക്കാൻ ഒരുപാടങ്ങ് വേഗത കൂട്ടി അങ്ങനെ കോലാഹലം കാണിക്കാനല്ല. ഒരുപാട് വേഗത അതിന് ഒരു രീതിയിൽ അതിന്റെ ചിട്ടയായ താളമേളങ്ങളോടുകൂടി താളമേളങ്ങളോട് അനുസ്മരണമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത്. അനുസ്മരണമാണ് നമ്മുടെ എന്റെ ഗുരുനാഥൻ ഇത്രത്തോളം ത്യാഗം സഹിച്ചാണല്ലോ എന്നെ വീണ്ടെടുത്തത്. എന്റെ ഗുരുനാഥൻ ഇത്രത്തോളം ത്യാഗം സഹിച്ചാണല്ലോ എന്നെ വീണ്ടെടുത്തത്. സൃഷ്ടാവായ ദൈവം ലോകത്തിൽ വന്നിട്ട് ഇത്രയേറെ ത്യാഗം സഹിക്കേണ്ടി വന്നല്ലോ എന്ന ചിന്തയോടും ആ സ്മരണയോടും കൂടിയാണ് ഓരോരുത്തരും വ്രതം എടുക്കേണ്ടത്. അപ്രകാരം വ്രതമെടുക്കുവാൻ ഏവരെയും ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നിങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന 12 വെള്ളിയാഴ്ച വ്രതം ഇപ്പോൾ 6 വെള്ളിയാഴ്ചകൾ പൂർത്തിയായിരിക്കുന്നു. ഇനിയുള്ള വെള്ളിയാഴ്ചകളും പൂർത്തീകരിച്ച് പരമപരിശുദ്ധമായി പൂർത്തീകരിച്ച് ഇരുമുടിക്കെട്ടുകളും നേർച്ച കാഴ്ചകളുമായി സന്നിധാനത്തിൽ വന്ന് ഭഗവത് ദർശനം ചെയ്യുവാൻ മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആപത്തനർത്ഥങ്ങൾ കൂടാതെ ദുഃഖദുരിതങ്ങൾ കൂടാതെ സന്തോഷമായ ഒരു ജീവിതം നയിക്കുവാൻ, ആത്മാവിൽ ആനന്ദം അനുഭവിക്കുവാൻ മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സർവദോഷങ്ങളും തീർത്ത് ശാന്തി സ്വരൂപന്റെ വാഴ്ചയാത്മാവിൽ കാണുവാൻ തക്ക വിധം ഈ 12 വെള്ളിയാഴ്ചകളിലൂടെ നിങ്ങളുടെ അകം ശുദ്ധമാകുമാറാകട്ടെ. സർവദോഷം തീരട്ടെ, സർവശാന്തി നൽകട്ടെ, സർവദോഷം തീരട്ടെ, ശാന്തിയായി ഗുരുദേവൻ ദീർഘകാലം പാടട്ടെ, ശാന്തിയായി ഗുരുദേവൻ ദീർഘകാലം പാടട്ടെ. സർവദോഷങ്ങളും തീർന്ന് ശാന്തി സ്വരൂപനാകുന്ന ഗുരുവിന്റെ വാഴ്ച ആത്മാവിൽ കാണുവാൻ തക്ക വിധം തീർത്ഥാടകരായി എത്തിച്ചേരുവാൻ ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്നിധാനത്തിൽ ഉള്ളും പുറവുമായി നടക്കേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഏതെല്ലാം വിധത്തിലാണ് എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതിന് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരെല്ലാം എത്തി ആ കർമ്മങ്ങളെല്ലാം നിർവഹിച്ചുകൊള്ളുക. ഇത് നിങ്ങളുടെ സ്ഥാപനവും ഇവിടെ നടക്കുന്ന കർമ്മം നിങ്ങളുടെ കർമ്മവുമാണ്. ആ
വിധത്തിൽ അതിനെ ചിന്തിച്ചും ബന്ധിച്ചും കർമ്മിക്കുമ്പോഴാണ് ആത്മസുഖം വർദ്ധിക്കുന്നത്. അങ്ങനെ കർമ്മിക്കുവാൻ ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ആരെല്ലാം എവിടെ നിന്നെല്ലാം എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നുവോ അവരെല്ലാം ഒരു വിഘ്നങ്ങളും കൂടാതെ ഇവിടെ എത്തിച്ചേരുവാൻ തക്ക വിധത്തിൽ പ്രകൃതിയിൽ കൂടി വേണ്ടതെല്ലാം ഒരുക്കുമാറാകട്ടെ. പ്രകൃതിയിൽ കൂടി എല്ലാം ഒരുക്കപ്പെടുമാറാകട്ടെ. പ്രകൃതിയിൽ കൂടി എല്ലാം ഒരുക്കപ്പെടുമാറാകട്ടെ. മഹാശക്തി ശുഭാനന്ദ തീർത്ഥാടനം നടത്തുമാറാകട്ടെ. ശുഭാനന്ദ തപോ ശതാബ്ദി സ്മാരകമായി മഹാഗോപുരം ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ പൂർത്തീകരണത്തിനായ ആത്മലോകം കൊതിക്കുന്നു. ഏറ്റവും വേഗം അത് പൂർത്തീകരിക്കപ്പെടുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനായി നിലനിർത്തിയിരിക്കുന്ന ആത്മദൈവത്തെ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയോടെ സർവ്വതാ കരുതുമാറാകട്ടെ. രാജഗോപാലിനെയും കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും ഓപന മിത്രങ്ങളെയും എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഉന്നതമായ നമ്മുടെ ആദർശത്തിന്റെ ആ മുഖപത്രമായ ശുഭാനന്ദ ദർശനം മാസിക അനേകങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജയന്തുകുമാർ ഭക്തനെയും ഈ അവസരം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം അത്ഭുതകരമായ വളർച്ചയാണ് ഇതിനകം ഉണ്ടായിരിക്കുന്നത്. അതിനൊത്തു നിന്ന് പ്രവർത്തിക്കുന്ന അനേകങ്ങളുണ്ട്. അതിനുവേണ്ടി ധനം മുടക്കിയവരുണ്ട്. എല്ലാവർക്കും ഇത് അനുഗ്രഹമായി വരുമാറാകട്ടെ. നമ്മുടെ ഈ സത്യാദർശം കൊണ്ടല്ലാതെ ആത്മലോകത്തെ രക്ഷിക്കുവാൻ വേറെ ഒരു മാർഗവുമില്ല. മുറം കൊണ്ട് സൂര്യനെ മറച്ചു പിടിച്ചാൽ എത്ര നേരം പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റും? അതുപോലെയാണ് പല ആദർശങ്ങളും ലോകത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം മുൻയുഗവിധി പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കലിയുഗത്തിലെ മോക്ഷം കൊടുക്കുവാൻ ആളുണ്ടെന്ന് കരുതി ചൊല്ലിയിടുന്ന ആത്മജ്ഞാനമാണ് ഇവിടുന്ന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കലിയുഗത്തിലെ ഖഡ്ഗി ഉദയമായി നിന്ന് കലിയോട് യുദ്ധം ചെയ്ത് ആത്മലോകത്തെ കരസ്ഥമാക്കി ആത്മാവിൽ ആനന്ദമാടുന്ന ഈ സ്വർഗീയാനുഭൂതി വിശേഷം ഈ ലോകത്തിൽ ആത്മബോധോദയ സംഘത്തിലല്ലാതെ വേറെയില്ല. സത്യം സത്യം സത്യം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊള്ളുക. ഈ സത്യത്തെ മറ്റുള്ളവരിലേക്ക് പറയുവാൻ നിങ്ങൾ പ്രവർത്തിച്ചുകൊള്ളുക. അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. 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 പരമാത്മാവോടൊത്തു ചേർന്നു ജീവാത്മാവ് ആനന്ദിക്കുക. അങ്ങനെ ആത്മലോകത്തിൽ കൂടി ആദർശം പ്രകാശിക്കപ്പെടുമാറാകട്ടെ. ഉത്തമ വിശ്വാസത്തോടുകൂടി അടിയുറച്ചുറപ്പോടുകൂടി സത്യജീവിതത്തിലൂടെ ഈ സത്യാദർശത്തെ ലോകത്തിലേക്ക് വിളിച്ചു പറയുവാൻ തയ്യാറുള്ളവരെല്ലാം ഒന്ന് കൈയുയർത്തി കണ്ടാക്കൊള്ളാം. അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. പരമാത്മാവോടൊത്തു ചേർന്നു ജീവാത്മാവ് ആനന്ദിക്കുക. ഇങ്ങനെ അറിയാനും അറിയിക്കാനും ഒന്നാകാനും ആനന്ദിക്കാനും തയ്യാറാവുകയാണെങ്കിൽ എന്നും നിങ്ങളുടെ ഹൃദയത്തിൽ ഉത്സവം ആഘോഷിക്കാം. ഞാൻ ഉത്സവം ആഘോഷിക്കാം. ഉത്സവം ആഘോഷിക്കാം. സർവജ്ഞാനോത്സവത്തെ ആഘോഷിക്കാം. ഖഡ്ഗി കലിയെ ജയിച്ച ഒരു കാഹളമാണ് ഉത്സവം.
കൽക്കിയെ ജയിച്ച ഒരു കാഹളമാണ് ഉത്സവം. അല്ലാതെ ഈ കൊണ്ടാടുന്നതൊന്നും അല്ല ഉത്സവം. അല്ലാതെ ഈ കൊണ്ടാടുന്നതൊന്നും ആ ഓരോരുത്തരുടെയും അകക്കാമ്പിലിരിക്കുന്ന അന്ധകാരത്തെ മൂട് സഹിതം പിഴുതെറിഞ്ഞിട്ട് അകക്കാമ്പിലിരിക്കുന്ന അന്ധകാരത്തെ മൂട് സഹിതം പിഴുതെറിഞ്ഞിട്ട് ആ ഖഡ്ഗി അധിവാസം ചെയ്യുമ്പോൾ ആത്മാവിലുണ്ടാകുന്ന ഒരു കാഹളമുണ്ട്. ആ ഖഡ്ഗി അധിവാസം ചെയ്യുമ്പോൾ ആത്മാവിലുണ്ടാകുന്ന ഒരു കാഹളം, അതാണ് വിജയോത്സവം എന്ന് പറയുന്നത്. ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം. ഇത് പരിപൂർണമായും പ്രവർത്തിക്കുവാൻ ഓരോ ഹൃദയങ്ങളും തയ്യാറാവുക. അടുത്തതായി നമുക്ക് പല ശാഖാശ്രമങ്ങളിലും വാർഷികം നടക്കാനുണ്ട്. കഴിഞ്ഞ ആഴ്ച അതിന്റെ പേരുവിവരമൊക്കെ ഞാനിവിടെ വായിച്ചതാണ്. ഇപ്പോൾ നമ്മുടെ കനകക്കുന്നിൽ ആദർശക്കൊടി ഉയർത്തിയിരിക്കുന്നു. ഇന്ന് നാളെയും മറ്റന്നാളുമായ അതിന്റെ വാർഷികാഘോഷങ്ങൾ നടക്കുകയാണ്. അത് കഴിഞ്ഞാൽ 24-ാം തീയതി 2 ശാഖാശ്രമങ്ങളിലെ വാർഷികമാണ്. തിരുവനന്തപുരം മണ്ണാമൂല ആശ്രമത്തിന്റെയും തേക്കുതോട് ആശ്രമത്തിന്റെയും വാർഷികമാണ്. 29-ാം തീയതി കനകാഭരണങ്ങൾ ചാർത്തി പുനഃപ്രതിഷ്ഠയോടുകൂടി കടമ്പനാട് ശാഖാശ്രമ വാർഷികം നടക്കുകയാണ്. അത് കഴിഞ്ഞ് 3-ാം തീയതി ഡിസംബർ 3-ാം തീയതി പള്ളിക്കാവ് ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. 7-ാം തീയതി മുംബൈ സാക്കിനാക്ക ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. 10-ാം തീയതി കൊണ്ടോട്ടി ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. 13-ാം തീയതി കൊല്ലം മനേക്കുളങ്ങര ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. 15-ാം തീയതി തൃശൂർ ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. 16-ാം തീയതി ശൂരവക്കാണി ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. 20-ാം തീയതി വെള്ളാങ്കോട് ശാഖാശ്രമത്തിന്റെ വാർഷികമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പൊ ചുനക്കര നടന്നത് 14-ാം തീയതിയാണ്. കനകക്കുന്നിൽ നടക്കാൻ പോകുന്ന 18-ാം തീയതിയാണ്. ഇത് പറയുമ്പോൾ ഇതിന് മുൻപ് 2 ദിവസം മുമ്പ് മുതൽ ആരംഭിക്കും. അത് കഴിഞ്ഞാൽ 20-ാം തീയതി നമ്മുടെ കറുത്തവാവ്, 24-ാം തീയതി 2 എണ്ണം, 29-ാം തീയതി കടമ്പനാട്, പിന്നെ 3, 7, 10, 13, 15, 16, 20. ഒരു മാസത്തിൽ എത്ര വാർഷികമാണ് വരുന്നത്? ഇനി ഇതിന്റെ വളർച്ച ഈ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോ ഒരു ദിവസം 2 എണ്ണം നടന്നതുപോലെ വിവിധ രാജ്യങ്ങളിലായി 10ഉം 15ഉം വാർഷികങ്ങൾ ഒരുമിച്ച് നടക്കുന്ന സന്ദർഭം ഉണ്ടാകും. അങ്ങനെ കാണുവാൻ, അങ്ങനെ നടത്തുവാൻ, അത് ഉൾക്കൊണ്ടുവന്ന് പ്രവർത്തിക്കുവാൻ ആഗ്രഹമുള്ള എന്റെ സന്താനങ്ങളെല്ലാം ഒന്ന് കൈകളടിച്ചു കേൾക്കട്ടെ. വളരട്ടെ, വളരട്ടെ, ശുഭാനന്ദാദർശം വളരട്ടെ. വളരട്ടെ, വളരട്ടെ, ശുഭാനന്ദാദർശം വളരട്ടെ. കലിയുഗത്തിലെ മോക്ഷം കൊടുക്കുവാൻ ശുഭാനന്ദാദർശം വളരട്ടെ. കലിയുഗത്തിലെ മോക്ഷം കൊടുക്കുവാൻ ശുഭാനന്ദാദർശം വളരട്ടെ. വളരട്ടെ, വളരട്ടെ, ശുഭാനന്ദാദർശം വളരട്ടെ. കലിയുഗത്തിലെ മോക്ഷം കൊടുക്കുവാൻ ശുഭാനന്ദാദർശം വളരട്ടെ. ഇതൊരു വൃക്ഷം നട്ടു നനയ്ക്കുന്ന പോലെ വളരുന്നതല്ല. ആത്മാവിന്റെ പരിശുദ്ധിയിൽ കൂടി ആത്മാവിലേക്കാണ് വളർച്ച. ആ പരിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന നിങ്ങൾ ആത്മബോധോദയ സംഘാംഗങ്ങളും ഈ പരിശുദ്ധിയിൽ എത്താത്തവർ ഇതിന്റെ വെളിയിൽ നിൽക്കുന്നവരുമാണ്. എല്ലാവരും ദൈവത്തിന്റെ സന്താനങ്ങളാണ്. നിങ്ങൾ ഇത് അറിഞ്ഞവരും മറ്റവരറിയാത്തവരും എന്നുള്ള ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അവരെ ഇത്
അറിയിക്കേണ്ടത് ആരുടെ കടമയാണ്? അറിഞ്ഞവരുടെ കടമയാണ്. അതിനുവേണ്ടി നിങ്ങൾ ജീവിക്കുക, അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക, അതിനുവേണ്ടി നിങ്ങൾ കർമ്മിക്കുക. ആനന്ദരൂപനാകുന്ന ജഗദീശ്വരൻ നിങ്ങളിൽ അധിവാസം ചെയ്ത് ആനന്ദിക്കുമാറാകട്ടെ. അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. പരമാത്മാവോടൊത്തു ചേർന്നു ജീവാത്മാവ് ആനന്ദിക്കുക. ഈ 2-3 ദിവസങ്ങളായി വിവിധ വിധത്തിലുള്ള ഹാരങ്ങൾ, വിവിധ വിധത്തിലുള്ള കാഴ്ച വസ്തുക്കൾ, വെള്ളി ഉപകരണങ്ങൾ, സ്വർണ്ണ കാഴ്ചകൾ, അതുപോലെ നേർച്ച ധനങ്ങൾ, അതുപോലെ പല വിധത്തിലുള്ള ധനധാന്യാദികൾ എല്ലാം കൊണ്ടുവന്ന് അർപ്പിച്ചു. അതെല്ലാം ഞാനിതാ സ്വീകരിക്കുകയാണ്. ആളാമ്പ്രതി നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. നിങ്ങളിൽ ഇത് ആനന്ദമായി ഭവിക്കുമാറാകട്ടെ. മേൽക്കുമേൽ ഈ നടക്കുന്ന സൽക്കർമ്മങ്ങളിൽ വന്ന് ബന്ധപ്പെടുവാനുള്ളതെല്ലാം പ്രകൃതിയിൽ കൂടി ഈശ്വരൻ നിങ്ങൾക്ക് ദാനം ചെയ്യുമാറാകട്ടെ. ഇന്നേ ദിവസം സത്യം സ്വീകരിച്ച് ആദർശത്തിലേക്ക് ചേർക്കപ്പെട്ട എന്റെ മനോമന സന്താനങ്ങൾക്ക് സത്യമായി ജീവിച്ച് ആദർശ ശുദ്ധിയോടെ ജീവിച്ച് ഈ ആനന്ദരാജ്യത്തിന് അവകാശികളായി തീരുവാൻ മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതനാകുന്ന ദൈവം നിങ്ങളെ കാണുവാനും നിങ്ങളിലേക്ക് സത്യം ഉപദേശിക്കുവാനും നിങ്ങളിൽ ഈ ജ്ഞാനം പ്രകാശിപ്പിക്കുവാനും നിങ്ങളിൽ ആത്മബോധം ഉദിപ്പിക്കുവാനും ആനന്ദം ദാനം ചെയ്യുവാനും പ്രത്യക്ഷമായി സുഖമായി വാഴുമാറാകട്ടെ. പ്രത്യക്ഷമായി സുഖമായി വാഴുമാറാകട്ടെ. മഹാശക്തി നിറഞ്ഞു വാഴുമാറാകട്ടെ. മഹാശക്തി നിറഞ്ഞു വാഴുമാറാകട്ടെ. എന്റെ മനോമനകൾ വളരെ വിദൂരങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർ ഈ സമയം യാത്ര ചോദിച്ചു പോവുകയാണ്. എല്ലാവരുടെയും യാത്രയിൽ കൂട്ടായിരിക്കണമേ. എല്ലാവരുടെയും യാത്രയിൽ കൂട്ടായിരിക്കണമേ. എല്ലാ യാത്രകളിലും കൂട്ടായിരിക്കണമേ. ആവർത്തനാർത്ഥങ്ങൾ ഉണ്ടാകാതെ കരുതണമേ. മഹാശക്തി വാഴണമേ. മഹാശക്തി വാഴണമേ. മഹാശക്തി വാഴണമേ. മഹാശക്തി വാഴണമേ. നിറഞ്ഞ കലകളോടെ തികഞ്ഞ ശോഭയോടെ വാഴുമാറാകണമേ. ശാന്തിയായി വാഴുമാറാട്ടെ. ആത്മത്തിളക്കം കണ്ടെന്റെ ആത്മപുരുഷ, ആത്മത്തിളക്കം കണ്ടെന്റെ ആത്മപുരുഷ, Una